ഇത്രയ്ക്ക് അങ്ങോട്ട് ആഘോഷിക്കാൻ മാത്രം എന്തുണ്ട് വേടനിൽ? ഇപ്പോൾ വേടൻ്റെ പാട്ടുകൾ ആഘോഷിക്കാം, പക്ഷേ പാട്ടുകളിലൂടെ പറയുന്നത് ആഘോഷിക്കപ്പെടേണ്ടതാണോ? എം കെ ഹരിദാസ്. എന്റെ പ്രിയപ്പെട്ട അനിൽ നമ്പ്യാർജി, ഈ വിഷയം നമ്മൾ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഇന്ത്യ മഹാരാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട്, നമ്മൾ പറയില്ലേ, അങ്ങേയറ്റം നമുക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത ഇത്തരത്തിലുള്ള ദുഷ്ചെയ്തികളുടെ നടുവിലാണ് നമ്മൾ മുൻപോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു 20 വയസ്സുകാരനായിട്ടുള്ള ഒരു തീരെ വിവരമില്ലാത്ത, സാമൂഹിക ചുറ്റുപാടുകളെയും താൻ ജീവിക്കുന്ന സാഹചര്യങ്ങളെയും കുറിച്ച് ബോധമില്ലാത്ത ഒരു വ്യക്തിയുടെ ഒരു വിഷയം ഇത്രയൊക്കെ നമുക്ക് പെരുപ്പിക്കണോ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ചോദ്യം. കാരണം എന്താ വെച്ചാൽ, ഇന്ന് നിങ്ങളുടെ ഈ പ്രൊമോ കാർഡ് പുറത്തേക്ക് വന്നതിന് ശേഷം എന്നെ ചുരുങ്ങിയത് 3 BJP നേതാക്കള്, ഒട്ടും മോശമല്ലാത്ത 3 BJP നേതാക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിലെ BJPക്കുള്ളിൽ തന്നെ ഇതിൽ എതിരഭിപ്രായമുള്ള കാരണം കൊണ്ട് താങ്കൾ പങ്കെടുക്കരുത് ഇതില്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ശശികല ടീച്ചർ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ അങ്ങേയറ്റം പാർട്ടിക്കുള്ളിൽ തന്നെ. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ കൃത്യമായ ഒരു മെസ്സേജ് നൽകിയിട്ടുണ്ട്, ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ നിശ്ചിതമായ ഒരു അകലം പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യത്തെ കാണാൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പങ്കെടുക്കരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടും, ഒന്നാമത് ചർച്ച നയിക്കുന്നത് ശ്രീ അനിൽ നമ്പ്യാർ ആയതുകൊണ്ടും ജനൻ TV-യിലായതുകൊണ്ടും 4 ദിവസം മുമ്പ് ഈ ശശികല ടീച്ചറുടെ പ്രസംഗം വന്നെന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 4 ഇപ്പൊ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒഴിഞ്ഞു അതിൽ നിന്ന്. കാരണം ഇതൊരു ചീള് കേസ്. ആരാണ് ശ്രീ അനിൽ നമ്പ്യാർ ഈ വേടൻ? 30% കേരളത്തിലെ ജനങ്ങൾ അറിയുകയും 70% പ്രായപൂർത്തിയായ ജനങ്ങൾക്ക് ഈ വേടൻ ആരാണ് എന്ന് പോലും അറിയാത്തൊരു സാഹചര്യത്തെ എല്ലാവരും കൂടിയിട്ട് 70% പ്രിയങ്കരനും അറിയപ്പെടുന്ന വ്യക്തിയുമായി മാറ്റുകയും 30% അറിയാത്തവരായിട്ടുള്ള ഒരു ജനങ്ങൾ കേരളത്തിലത്തെ ഉണ്ട് എന്നുള്ളൊരു അവസ്ഥയും വരുത്തി തീർത്തത് ആരാണ്? ഇതിന് ഉത്തരവാദി ആരാണ്? ഈ സന്തോഷ് വർക്കി. ആരാണ് ഈ തൊപ്പി? ഈ തൊപ്പിയെയും സന്തോഷ് വർക്കിയെയും അതുപോലെ തന്നെ ഈ വേടനെയും ഒക്കെ ഇവിടെ നമ്മൾക്ക് ഇലക്ട്രോണിക് മാധ്യമ രംഗം, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് ഒന്നില്ലെങ്കിൽ, ഈ വേടനെയൊക്കെ നമുക്ക് വല്ല വിധത്തിൽ നമ്മൾ അറിയുമോ? അറിയില്ല. ഈ സന്തോഷ് വർക്കി അറിയോ? ഇല്ല. അതുമാതിരി തന്നെ ഈ തൊപ്പി അറിയോ? ഇല്ല. ഇപ്പൊ ഈ ഇലക്ട്രോണിക് മീഡിയയുടെ ആവിർഭാവത്തോടു കൂടി അതിന്റെ മറ പറ്റിയിട്ട് ഇത്തരം ചില ദുഷ്ചെയ്തികൾ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടൊന്നും ശശികല ടീച്ചറെ പോലുള്ള ഒരാള് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കരുതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ. ശ്രീ എം കെ ഹരിദാസ്, നമുക്ക് ഇത്തരം ആഭാസങ്ങൾ കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ? വലിയൊരു അപകടത്തിലേക്കാണ് ചെന്ന് പതിക്കാൻ പോകുന്നത്. വലിയൊരു ആപത്താണ്. അപ്പോൾ അത് ചൂണ്ടിക്കാട്ടാനുള്ള ഒരു ഉത്തരവാദിത്വമില്ലേ? താങ്കൾ പറയുന്നത് ശരിയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതുവഴി ഒരു പബ്ലിസിറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇതൊക്കെ കണ്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കണ്ടിട്ട് നമ്മൾ ആരും വെറുതെ ഇരിക്കേണ്ട. പക്ഷെ നമ്മൾ വെറുതെ ഇരിക്കാത്തപ്പോ ഇതിപ്പോ ഒരു മാർക്കറ്റിംഗ് ആയില്ലേ ശ്രീ അനിൽ നമ്പ്യാർ? അവൻ എന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് അല്ലേ നിങ്ങൾ ചെയ്തു കൊടുത്തത്? ഒരു സർക്കാർ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MP ഗോവിന്ദനും പിണറായി വിജയനും അതുമാതിരി തന്നെ ഇപ്പോഴത്തെ 21 മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് സർക്കാർ പരിപാടികൾ നടത്തുന്നത് എന്നാണ് അവരുടെ ധാരണ. സർക്കാർ പരിപാടി എന്ന് പറയുമ്പോൾ അതിന് നികുതിദായകരുടെ പണം കൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി ഇടുക്കിയിൽ നടത്തുമ്പോൾ ഇപ്പോ ഈ വിവാദ നായകനെ അതിലേക്ക് ക്ഷണിച്ചൊരു പാട്ട് പാടാൻ ക്ഷണിക്കാത്ത വിധത്തിലുള്ള ഒരു പക്വത കാണിക്കാൻ നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാർ ഒരു കാര്യത്തിലും പക്വതയില്ല. ഈ ഒരു കാര്യത്തിലും പക്വത ഇല്ലായ്മ കാണിച്ചതിന്റെ പേരിലാണ് ഇപ്പൊ നമുക്കൊക്കെ ഇത്തരത്തിലൊന്ന് സംസാരിക്കേണ്ടി വന്നത്. ഈ ഇടതുപക്ഷം അഥവാ CPM എന്ന് പറയുന്നവരുടെ തന്ത്രം എന്നാണ് ചോദിച്ചാൽ, അവർക്ക് ഇലക്ഷൻ വരുമ്പോൾ വോട്ട് നേടാൻ ഏത് അലവലാതിയായാലും ഏത് മത നേതാവായാലും അന്ന് വരെ തള്ളി പറഞ്ഞിട്ടില്ല. ചർച്ചയുമായി ബന്ധമില്ലാത്തൊരു കാര്യം ഞാൻ പറയുകയാണ്. ഈ കാന്തപുരം എന്ന് പറയുന്ന മുസ്ലിം മതപണ്ഡിതനോ ആരോ ആവട്ടെ, അദ്ദേഹം മുഹമ്മദ് നബിയുടെ മുടിയാണെന്നും പറഞ്ഞിട്ടൊരു മുടി പ്രദർശിപ്പിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 15 കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള സംഭവമാണ്. അപ്പൊ അന്ന് ധൈര്യപൂർവ്വം ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പിണറായി വിജയൻ. എനിക്ക് ഈ പിണറായി വിജയന്റെ ചില പ്ലസ് പോയിന്റുകളോട്, മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യ ശരീരത്തിലെ വിസർജ്യമല്ലേ എന്നാണ് അദ്ദേഹം അന്ന് ചോദിച്ചത്. കാര്യമായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഈ പിണറായി വിജയനെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ നേതാവിനെയും വെല്ലുവിളിക്കുകയാണ്. ഇപ്പോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പോ അല്ലെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പോ പിണറായി വിജയനെ ഞാൻ അന്ന് ആ ചോദിച്ച ചോദ്യത്തിനെ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? അതുപോലെ തന്നെയാണ് നികൃഷ്ട ജീവി എന്ന് ഒരു ക്രൈസ്തവ മതമേലധ്യക്ഷനെ വിളിച്ച അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ?
അപ്പൊ വേടനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ അധികാരത്തിൽ കയറണം. അല്ലാണ്ട് വേടൻ ദളിതനായതുകൊണ്ടോ വേടൻ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരം വലിയ വലിയ ആളുകളിൽ നിന്നും നീതിപൂർവമല്ലാത്ത പെരുമാറ്റവും ഇത്തരത്തിലുള്ള ജാതി അധിക്ഷേപവും ഒക്കെ നേടുന്നത് കൊണ്ടോ അദ്ദേഹത്തെ ഉദ്ധരിക്കാനൊന്നല്ല ഇവർ ഈ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം വേടനെ ചാരി നിന്ന് കഴിഞ്ഞാൽ 4 വോട്ട് കിട്ടുമെങ്കിൽ ആ വോട്ട് മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയ്ക്ക് ഉതകുന്ന വിധത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വേടനെന്ന് ആദ്യം ചോദിക്കുക ഒരു പക്ഷെ പിണറായി വിജയനും അതുപോലെ തന്നെ അത് ഇടതുപക്ഷ അധികാരത്തിൽ കയറിയാലും ഇല്ലെങ്കിലും ചോദിക്കും ആരാണ് ഈ വേടൻ. ഞാൻ ഇപ്പൊ ചോദിച്ചില്ലേ സന്തോഷ് വർക്കി ആരാണ്, അതുമാതിരി തന്നെ ഈ തൊപ്പി ആരാന്നൊക്കെ ചോദിച്ച മാതിരി ഇവർക്കും അജ്ഞാതരായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഈ വേടൻ മാറുകയാണ്. അപ്പൊ നമ്മൾ ഈ കാര്യത്തിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് വേടന്റെ പിന്നില് ആരെങ്കിലും കളിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു നമ്മൾ പറയില്ലേ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇദ്ദേഹത്തിന്റെ അമ്മ ഒരു ശ്രീലങ്കൻ വനിതയാണെന്ന് പറയുന്നു. ഇദ്ദേഹത്തിന്റെ പാട്ടുകളിലെ വരികളും കാര്യങ്ങളും ഒക്കെ പാട്ടുകളല്ല വർത്തമാനം, ഇദ്ദേഹം പാട്ടാണെന്ന നിലയിലുള്ള വർത്തമാനം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1 or 2 ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിലത്തെ പാട്ടിൽ നിന്ന് കേൾക്കേണ്ടി വന്നു. കാരണം സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 1 or 2 പാട്ട് പാടുകയല്ല ഇദ്ദേഹം, പാട്ട് പറയുന്നതിലൂടെ ഇവിടെ ജാതി അധിക്ഷേപം നേരിടുകയാണ്. നോക്കൂ ശ്രീ അനിൽ നമ്പ്യാർ, 4 വയസ്സുകാരിയെ ഉറ്റ ബന്ധു എന്നേ നിങ്ങൾ മാധ്യമങ്ങൾ വിടുന്നുള്ളൂ. ഇപ്പൊ ചെറിയച്ഛനാണെന്നും വലിയച്ഛനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ക്രൂരമായിട്ട് ആ കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോ ഭാര്യയെ പുറത്ത് കിടത്തിയിട്ട് സ്വന്തം ഭാര്യയാക്കിയിട്ട് ഈ 2 വയസ്സുകാരി ഉപയോഗിച്ചിട്ട് ഇപ്പൊ 4 വയസ്സിൽ ആ കുട്ടിക്ക് അപമൃത്യു നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ കറുത്ത വർഗക്കാർ എന്ന് പറയുന്നത് അവഹേളിക്കപ്പെടേണ്ടവരാണ് എന്നൊരു തള്ള തിരുവനന്തപുരത്ത് ഇരുന്ന് പറഞ്ഞിട്ട് ഈ ശശികല ടീച്ചർ ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയിട്ടുണ്ടോ? അവിടെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോ കലാഭവൻ മണി നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജാതി എന്താണ് എന്നുള്ളത്. അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം ജാതി അധിക്ഷേപം നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. അദ്ദേഹത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ എത്ര ആൾക്കാർ വന്നിട്ടുണ്ട് ഈ അതിലെ. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെന്ന നിലയ്ക്കും അദ്ദേഹത്തെ ഇത്തരത്തിൽ നമുക്ക് ക്യാൻവാസ് ചെയ്യാൻ കിട്ടുകയില്ല എന്നുള്ള നിലയ്ക്കും ആരും കലാഭവൻ മണിയെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ തള്ള കലാഭവൻ മണിയുടെ സഹോദരനെ കുറിച്ച് പറഞ്ഞിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ ജാതി അധിക്ഷേപം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതി അധിക്ഷേപം ഇവിടെ ധാരാളമുണ്ട്. പക്ഷെ എനിക്ക് ശശികല ടീച്ചറോടും എനിക്ക് മുമ്പ് സംസാരിച്ച മറ്റേ BJPയുടെ അനുഭാവിയോടും ചോദിക്കാനുള്ളത് വേടനെ പോലെ വിവരമില്ലാത്ത ഒരു വ്യക്തി ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെ 4 വർഷം മുമ്പ് പാടിയ ഒരു പാട്ടിലൂടെ അപഹസിച്ചുവെങ്കിൽ അപഹസിക്കപ്പെടുന്നവനാണോ മോദി? താങ്കൾ ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് മോദിക്ക് നൽകുന്ന പിന്തുണയും മോദി നേടിയെടുത്തിട്ടുള്ള നമ്മൾ പറയില്ല അദ്ദേഹത്തിന്റെ പ്രശസ്തിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ ഒരു ചെറുക്കൻ ഒരു പാട്ടിലൂടെ ഈ മോദിയെ കളിയാക്കി കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴുന്ന ഇമേജേ നമ്മുടെ മോദിക്കുള്ളൂ. ഞാനിത് പറയാനുള്ള കാരണം രാജീവ് ചന്ദ്രശേഖർ ഒരു മെസ്സേജ് ഇറക്കിയിട്ടുണ്ട് ശ്രീ അനിൽ നമ്പ്യാർ. ഈ വിഷയത്തില് ആരാണെങ്കിലും BJPയുമായി അനുഭാവമുള്ളവരെ എനിക്കിത് അയച്ചെന്നത് വേറെ ആരുമല്ല. ഒരു BJP നേതാവ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്ന് കണ്ടപ്പോൾ അയച്ചു തന്നതാണ്. ഒരു നിശ്ചിത ദൂരം പാലിച്ചുകൊണ്ട് മാത്രമേ ഈ വിഷയത്തിൽ സംസാരിക്കാൻ പാടുള്ളൂ. കേറി വേടനെ അവഹേളിക്കുകയോ അല്ലെങ്കിൽ മറ്റ് വേടൻ പറഞ്ഞതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്യരുത് എന്നുള്ളൊരു ഇന്റേണൽ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. സത്യമാണോ എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോ നിങ്ങളിപ്പോ ഇന്ന് ജനം വേടന് സവർണ ഫാസിസ്റ്റുകൾ വേട്ടയാടുന്നു എന്നാണല്ലോ ആക്ഷേപം. ഞാനൊരു കാര്യം പറയട്ടെ ശ്രീ അനിൽ നമ്പ്യാർ, അല്ല അങ്ങനെയുള്ള നെറേറ്റീവുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിൽ എന്താണ് വസ്തുതകൾ, എന്താണ് യാഥാർത്ഥ്യം എന്ന് വിളിച്ചു പറയാനുള്ള ഒരു ആർജവം ആരെങ്കിലുമൊക്കെ കാണിക്കണ്ടേ? എനിക്ക് ഈ കാര്യത്തിൽ ഈ വേടനെ ആവശ്യത്തിലധികം പ്രശസ്തി നേടിക്കൊടുക്കുക മാത്രമാണ് ശശികല ടീച്ചറെ പോലെ ആയാലും. ഇപ്പൊ എനിക്ക് മുമ്പ് ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി ശ്രീ മധു ആയാലും ഇത്തരക്കാരെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ മധു അവസാനിപ്പിച്ചത് എങ്ങനെയാ ശ്രീ അനിൽ നമ്പ്യാർ? അവനിലെ കലാകാരനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, അവനിലെ കലാവൈഭവത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ അംഗീകരിക്കാത്തത് എന്താണ്? അവൻ ഇത്തരത്തിൽ ഞങ്ങളുടെ നേതാവിനെ അധിക്ഷേപിക്കുന്നത് മാത്രമാണ് ഞങ്ങൾക്ക് അംഗീകരിക്കാത്തത്. നോക്കൂ ശ്രീ അനിൽ നമ്പ്യാർ, നമ്മൾ നേരം വെളുത്തിട്ട് വൈകുന്നേരം ആവുന്നത് വരെ ഈ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാട്ടാ, എന്നിട്ടും ചില സമയത്തൊക്കെ നമ്മൾ കാണുന്നത് ഇപ്പൊ ഈ പാട്ടിലെ എന്താണ് ആ പാട്ടിന്റെ പേരെന്തോ പറയുന്നുണ്ടല്ലോ, വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന ആ പാട്ടിലെ ശ്രീ മോദിയെ അധിക്ഷേപിച്ചതിന്റെ 10,000 ഇരട്ടിയിലധികം ഈ മോദിയെ എന്തൊക്കെ അസഭ്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുന്നുണ്ട്.
അവർക്കെതിരെയൊക്കെ ഇത്തരം പട്ടികൾ കുറയ്ക്കുന്ന പട്ടികൾക്കെതിരെയൊക്കെ ഒരു പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് നമ്മളെ പോലുള്ള ഒരു ശബ്ദം ഉയർത്തുക, അല്ലെങ്കിൽ ശശികല ടീച്ചറെ പോലുള്ള ഒരു ശബ്ദം ഉയർത്തുക, ശ്രീ മധുവിനെ പോലുള്ള ഒരു ശബ്ദം ഉയർത്തുക. അതിന്റെ ഗുണഭോക്താവായിട്ട് വേടൻ മാറിയിട്ടുണ്ട്. ഇപ്പൊ നോക്കി നോക്കൂ, കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പുള്ള വേടനല്ല ഇപ്പോ. അത് നമുക്ക് വാട്സപ്പ് മെസ്സേജ് വരുമ്പോൾ വായിക്കാതിരിക്കാൻ പറ്റില്ല. ആ മെസ്സേജിലൂടെ അറിയുന്നുണ്ട് വേടന്റെ ആരാധകർ 4 ഇരട്ടിയായി വർദ്ധിച്ചു കഴിഞ്ഞു. ഇപ്പൊ എന്റെ വീട്ടില് എന്റെ ഭാര്യയുണ്ട്, എന്റെ മരുമകളുണ്ട്, എന്റെ മകനുണ്ട്. ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് പോവാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അച്ഛ വേടനെതിരെ സംസാരിക്കുമ്പോൾ അച്ഛൻ വളരെയധികം സൂക്ഷിക്കണം. കാരണം വേടൻ അത്രയ്ക്കധികം ജനപ്രിയനായി കഴിഞ്ഞു. നമ്മുടെ സമൂഹത്തിന്റെ അധപ്പതനമല്ലേ നമ്മൾ അതിലെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വയലാറും നമ്മുടെ അതുമാതിരി തന്നെ എന്താ പറയേണ്ടത്, തോപ്പിൽ ബാസിയും, അതുമാതിരി തന്നെ എനിക്ക് ഒരു രാമചന്ദ്രൻ എന്ന് അദ്ദേഹത്തിന്റെ സ്ഥലപ്പേര് ഓർമ്മ വരുന്നില്ല. ഇവരൊക്കെ നാടകങ്ങളിലൂടെയും അവരുടെ പാട്ടുകളിലൂടെയും ഇവിടുത്തെ ദളിത് സമുദായങ്ങളും ഇവിടുത്തെ അധംകൃത സമുദായങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ഒരു സോഷ്യൽ മീഡിയയും ഒരു ഇലക്ട്രോണിക് മീഡിയയും ഇല്ലാത്ത കാലഘട്ടത്തിലെ നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെ ഈ വയലാർ എഴുതിയ പാട്ടുകളിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ ധാരാളം വരികളിലൂടെ ഇവർ ഈ അധംകൃതർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞ ആ വയലാറിനും ആ തോപ്പിൽ ബാസിക്കും കൊടുക്കാത്ത ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവനെയൊക്കെ വെറുതെ വലുതാക്കണോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഞാൻ ഈ ചർച്ചയിലൂടെ ഉന്നയിക്കുന്നത്. പക്ഷെ ശശികല ടീച്ചർക്ക് വേടനെ വിമർശിക്കാനുള്ള ശശികല ടീച്ചറുടെ മൗലിക അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, ചെയ്യാം. അതുമാതിരി തന്നെ ശ്രീ മധുവിനും അത് ചെയ്യാം, യാതൊരു സംശയവുമില്ല. പക്ഷെ അവരുടെ വിമർശനം അവനെ ഒരു മാർക്കറ്റിംഗ് സിറ്റുവേഷൻ വരുത്തി കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന അപകടം വലുതാണ്. കാരണം ഇവനെ ഇവിടെ പിടിച്ചിരിക്കുന്നതും ഇവനെ 10 പേര് ഞാൻ അറിഞ്ഞു. ശ്രീ ഹരിദാസ്, ഈ വിവാദങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന്റെ ഒരു സൈഡിൽ ബെനിഫിഷ്യറീസ് ഉണ്ടാവുമല്ലോ അല്ലെ? അതുകൊണ്ട് ഒരു വിഭാഗത്തിന് വലിയ കോട്ടായിരിക്കും, ഒരു വിഭാഗത്തിന് നേട്ടവും കിട്ടും. സ്വാഭാവികമല്ലേ അത്? തീർച്ചയായിട്ടും. പക്ഷെ എങ്കിലും ഇവര് ബിൽഡപ്പ് ചെയ്യുന്ന ആ ഒരു നറേറ്റീവ്, അതിനെ എതിർക്കേണ്ട ഉത്തരവാദിത്തം ആർക്കെങ്കിലും ഒക്കെ ഇല്ലേ? ആയിക്കോട്ടെ. പക്ഷെ ഈ ജനം ടിവിയും ശശികല ടീച്ചറെയും ശ്രീ മധുവിനെയും അറിയുന്നത് BJPയുടെ അനുഭാവികളായോ BJP പ്രവർത്തകരായിട്ടോ അല്ലേ ശ്രീ അനിൽ നമ്പ്യാർ? അവർക്കെതിരായിട്ട് ഞാൻ ആ മെസ്സേജ് കണ്ട് ഞെട്ടിപ്പോയി. താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ അങ്ങേയറ്റം എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ശശികല ടീച്ചറുടെ ഈ പ്രകോപനപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങളോട് ഞങ്ങൾക്ക് അങ്ങേയറ്റം വിരോധമുണ്ട്. ഞാൻ വീണ്ടും പറയട്ടെ, എനിക്കറിയില്ല സത്യമാണോ അല്ലയോ എന്ന്. എനിക്ക് വന്നിട്ടുള്ള മെസ്സേജുകളിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത്തരക്കാരോ ഈ BJPയിൽ എനിക്ക് ഈ മെസ്സേജ് ഉണ്ടായിരിക്കാം. അത് 100% ഞാൻ അതിനുശേഷം 1-2 നേതാക്കളെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു പാർട്ടിക്ക് ഈ സംഗതിയിൽ ഇടപെട്ടിട്ടുള്ള രീതിക്ക് അങ്ങേയറ്റം വിയോജിപ്പുണ്ട്. കാരണം പാർട്ടിയിൽ BJP എന്ന് പറയുന്ന പാർട്ടിയിൽ ഇവനെ ആരാധിക്കുന്ന വലിയൊരു സമൂഹമുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ശശികല ടീച്ചറെ യാതൊരുവിധ മടിയും കൂടാതെ ശശികല ടീച്ചറുടെ വാക്കുകളും വാചകങ്ങളും അവരുടെ പ്രവർത്തനങ്ങളെയും അങ്ങേയറ്റം ശ്ലാഘനീയമാക്കി പുകഴ്ത്തിപ്പാടുന്ന ഒരു വിഭാഗത്തിനെ അവർ വേടനെ തൊട്ടപ്പോ അതൊരു കാര്യം ചെയ്യാനില്ല നമ്പ്യാർ, നമുക്ക് 100 പേരെടുക്കുക. അത് ശരിയല്ല എന്ന് പറയേണ്ട അവസ്ഥയിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കേവലം 1 മാസം നിലനിൽക്കുന്നതാണ്. BJP ആണ് ഇവിടെ എതിർഭാഗത്ത് നിന്നുകൊണ്ട് വേടനെ എതിർക്കുന്നത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം വേടനെ സപ്പോർട്ട് ചെയ്തത്. അതല്ലാതെ ശ്രീ അനിൽ നമ്പ്യാർക്ക് അഭിപ്രായമുണ്ടോ? അല്ല, അവരെത്ര പെട്ടെന്നാണ് പ്ലേറ്റ് മാറ്റിയത്. കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യുന്നു, വനം വകുപ്പ് അറസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിലല്ലേ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ഇടുക്കിയിലേക്ക് ആനയിച്ചു കൊണ്ടുപോയത്. അപ്പൊ അവർക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ട കേരളത്തിലെ പൊതുസമൂഹത്തിന് അത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ വേടനെ എന്റെ ഭാഗത്തു നിന്ന് എതിർക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സ്റ്റേജിൽ കയറിക്കൊണ്ട് വർത്തമാനം പറയുന്നത് പോലെയുള്ള പാട്ടുകളിലൂടെ വലിയൊരു വിഭാഗത്തെ, അതൊരു 10 വയസ്സ് മുതൽ 100 വയസ്സ് വരെ അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ കാണുന്നതിന് വരെ കയ്യിലെടുക്കുമ്പോൾ വേടൻ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. എന്താണല്ലോ വേടന്റെ വാക്കുകൾ. ഹരിദാസ് വർത്തമാനം പറയുന്നു, സാധാരണക്കാരുമായിട്ട് സംവദിക്കുന്ന ഭാഷ അതേ ഉപയോഗിക്കുന്നു. പക്ഷെ അതേസമയം അസഭ്യം പറയുന്നുണ്ട്. ഇത്ര ഈ കുട്ടികളൊക്കെ കാഴ്ചക്കാരായി നിൽക്കുന്ന സമയത്തല്ലേ, അത് ഞാൻ ഈ ഫ്ലോറിൽ ഞാൻ പറയുന്നില്ല, സ്ഥിരമായിട്ട് അയാളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ
അതൊന്നും നമ്മുടെ ഈ കേരളത്തിൽ പക്ഷേ സാക്ഷരതയിൽ മുമ്പന്തിയിലുള്ള ഇപ്പം മിസോറാമാണ് പോട്ടെ തൊട്ടുപുറകിലാണ്, പക്ഷേ എങ്കിലും ഇതിലൊക്കെ അഭിമാനിക്കുന്ന വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ശ്രീ അനിൽ നമ്പ്യാർ ഒരു കാര്യം ചെയ്യൂ, ഒരു 10 ദിവസത്തെ ബോഡി ലാംഗ്വേജ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 10 ദിവസം മുമ്പുള്ള വേടനല്ല ഇപ്പോൾ എന്ന് നമുക്ക് അവന്റെ ബോഡി ലാംഗ്വേജിലൂടെ, എനിക്ക് ഇവിടെ ആവശ്യത്തിലധികം പബ്ലിസിറ്റിയും, ഞാൻ എന്ത് തെറി പറഞ്ഞു കഴിഞ്ഞാലും, ഞാൻ എന്ത് വൃത്തികേട് ചെയ്താലും, ഞാൻ കഞ്ചാവ് വലിച്ചാൽ അത് കുറ്റകരമാണ് എന്ന് എനിക്ക് അറിയുമായിരുന്നില്ല സഹോദരരെ എന്ന് പറഞ്ഞിട്ട് ഇവന്റേതെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് നടക്കുന്നുണ്ട്. എന്തായി പറയണം, ഇന്ന് 10 വയസ്സുള്ള കുട്ടികൾക്ക് ഇപ്പൊ പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് കഞ്ചാവ് എന്ന് പറയുന്ന ഒരു ലഹരി വസ്തു കേരളത്തിലെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും ലഹരി വിരുദ്ധതയ്ക്ക് വേണ്ടിയിട്ട് വിമുക്തി പദ്ധതിയും നടത്തുന്ന ഒരു സർക്കാരാണ് പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിക്കൊണ്ട് വേടൻ ഞങ്ങളുടെ എല്ലാമാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ഇവിടുത്തെ CPM നേതൃത്വം നൽകുന്ന സർക്കാർ മാറി എന്ന് പറയുമ്പോൾ അത് അങ്ങേറ്റം അപച്യുതിയല്ലേ? ഇവന്റെ വാക്കുകളും പ്രവൃത്തികളും ഇവന്റെ പാട്ടുകളും വളർന്നു വരുന്ന ഒരു സമൂഹത്തിന് അവന്റെ വയസ്സിന്റെ മുകളിലുള്ളവരെ വിടൂ, അവന്റെ വയസ്സിൽ താഴെയുള്ളവർക്ക് സന്ദേശമാക്കേണ്ട ഒരു വ്യക്തി തന്നെ ഇത്തരത്തിൽ അസഭ്യമാണ്. ഇപ്പൊ ഈ തൊപ്പിയും ഇത് തന്നെയല്ലേ ഉണ്ടായിരിക്കുന്നത്. ഒരു ദിവസം തൊപ്പിയുടെ അവിടെ റെയ്ഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്താ? തെറി പറച്ചിൽ സഹിക്ക വയ്യാതെ കുറെ മാതാപിതാക്കൾ പരാതിപ്പെട്ടപ്പോൾ അതുവരയ്ക്ക് സർക്കാരിന്റെ ഒരു ഏജൻസിയും സർക്കാരിന്റെ ഒരു സംവിധാനങ്ങൾക്കും തൊപ്പിയുടെ ഇത്തരത്തിലുള്ള ഒരു കുട്ടികളെ വഴിതെറ്റിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനത്തെ കുറിച്ചിട്ട് അറിഞ്ഞില്ല. സന്തോഷ് വർക്കാണ്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ വേടനെ അവസാനിപ്പിക്കുകയാണ്. വേടനെ നിയന്ത്രിക്കേണ്ടത് സർക്കാരായിരുന്നു. സർക്കാർ അറ്റ്ലീസ്റ്റ് അവനെ വിളിച്ചിട്ടൊന്ന് ഉപദേശിക്കേണ്ട ചുമതല ഉണ്ടായിരുന്നു. അല്ലാതെ ഇതൊരു വിവാദപരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവന്റെ പബ്ലിസിറ്റി, അവന് മാർക്കറ്റിംഗ് തന്ത്രം, അതിലേക്ക് നമ്മൾ തലവെച്ചു കൊടുക്കരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം.